വാട്സപ്പ് റൈഡേഴ്സ്, ദിസ് ഇസ് ബിജു. വെൽക്കം ടു മൈ ഫ്രെയിം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു അടിപൊളി റൈഡായിട്ട് ഇറങ്ങിയൊക്കെയാണ്. കർണാടകയുടെ സ്വന്തം ഉടുപ്പിയിലോട്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി. നല്ല ഹൈവേ നല്ല കാലിയാണ്, ഫ്രീ ആയിട്ട് അടിച്ച് പൊളിച്ച് പോവുക. നല്ല തണുപ്പുണ്ട്. അപ്പം ഞാൻ മീറ്റിംഗ് പോയിൻ്റ് വെച്ചേക്കുന്നത് ഞങ്ങൾ 1 കിലോമീറ്റർ അപ്പുറത്താണ്, ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ്. അല്ല, അത്യാവശ്യം വണ്ടികളുണ്ട്, സൂക്ഷിച്ച് പോകണം. ഇത് പ്രജീഷ് ബ്രോ, ഇത് രക്ഷത്ത്. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ച് ഇപ്പോൾ രാവിലെ കഴിച്ചത് പൂരിയാണ്. നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുള്ളൂ. ഇനി ഏകദേശം ഒരു 50 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ സക്ലേശ്പുരം എത്തുമെന്ന് തോന്നുന്നു. റോഡ് ഏകദേശം കാലിയാണ്, വലിയ തിരക്കൊന്നുമില്ല. ഈ ക്യാമറ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. ജാക്കറ്റിൻ്റെ സിബ് തുറന്നിട്ടാലോ. നല്ല ചൂട്. ഈ ഹസൻ ഹൈവേ എപ്പോഴും ഇങ്ങനെയാണ്, നല്ല ചൂടായിരിക്കും. പക്ഷേ റോഡ് നല്ല റോഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ച് പോകണം. ഓപ്പോസിറ്റൊക്കെ കയറി വരും ഇതേപോലെ. ഇനി പറക്കാം. കിടു റോഡ്. ഇത് പൊളി സൈഡാട്ടോ സക്ലേശ്പൂർ. എപ്പോൾ വന്നാൽ ഇവിടുത്തെ ഈ റോഡുണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇത് ശരിക്കും കാട്ടിൻ്റെ ഉള്ളിലുള്ള റൈഡാണ്. നമ്മുടെ വയനാട് ചുരം പോലെയുള്ളൊരു ചുരം തന്നെയാണ്. നല്ല വ്യൂ ആട്ടോ, കിഡ് വ്യൂ ആണ് ഇവിടെ. നല്ലൊരു മഴ കിട്ടി. ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് എനിക്ക് ജാക്കറ്റൊക്കെ എടുത്ത് കയറ്റിയിട്ടേക്ക് ഈ ക്യാമറ ഓഫ് ചെയ്ത്. വ്യൂ ഇപ്പം നല്ല പൊളിയായി. അപ്പുറം ഇപ്പുറമൊക്കെ നല്ല റോഡ് കുറച്ച് സ്ലിപ്പറി ആണെങ്കിലും നല്ല വ്യൂ ആണിപ്പോൾ. ആ മലയിൽ കുറേ ചെറിയ വെള്ളച്ചാട്ടം പോലെ. കോടയുണ്ടോ ചെറുതായിട്ട്? മട്ടുച്ചയല്ലേ. സൂക്ഷിച്ച് പോകണം. ഇത് സ്ലിപ്പാവുന്നൊരു ടയർ. മഴ പെയ്തിട്ട് ഈ സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗിയാട്ടാ. നമ്മുടെ വയനാട് ചുരം പോലെ തന്നെ. പെട്രോൾ അടിക്കണം പറ്റുമെങ്കിൽ. ചുരം ഏകദേശം തീർന്നു തോന്നണം. ഇത് ഡൗണാണ്. ഇപ്പോൾ ചുരം ഇറങ്ങി ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്ന് നേരെ വിട്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കാനൊന്നുമില്ല. എന്തായാലും ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചില്ലല്ലോ, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:45-3 മണിയൊക്കെ ആയിട്ടുണ്ട്. മഴ പോയിപ്പോൾ നല്ല തെളിഞ്ഞ ആകാശം, നല്ല തണുത്ത കാറ്റും.
ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ സൈഡിൽ കണ്ടൊരു ഹോട്ടലിൽ നിർത്തി അവിടെ നിന്ന് ഇപ്പോൾ കഴിച്ച് ഇറങ്ങി കയറി. ഞാനത് റെക്കോർഡ് ചെയ്യാനൊന്നുമല്ല, ചെറിയൊരു ഹോട്ടലായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. അതിപ്പോൾ ചെറിയ പണി കിട്ടി. ഞങ്ങൾ പ്ലാൻ ചെയ്ത റോഡ് കൂടി പോകാൻ പറ്റുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. മഴയും വരുന്നുണ്ട്. ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. കർക്കിള വഴി ഇതാ ഞാൻ പറയാം, ഒരു കർക്കിള എന്ന് പറഞ്ഞ റൂട്ടുണ്ട്. ആ റൂട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ചെറിയൊരു വഴിയായിരുന്നു, പക്ഷെ ആ വഴി പോകാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. നേരെ മംഗലാപുരത്തോട്ട് തന്നെ പോവുക. അവിടെ നല്ല ട്രാഫിക് ആയിരിക്കും. എന്നാലും അവിടെ നല്ല ട്രാഫിക് ആയിരിക്കും. എന്നാലും ആ വഴി തന്നെ എടുക്കാം. മറ്റേ ചെറിയ വഴി ഈ മഴയത്തിന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നല്ല മഴ. ജാക്കറ്റ് വേഗം മാറട്ടെ. ആ മഴയും മാംഗ്ലൂരിലെ ട്രാഫിക് കഴിഞ്ഞ് ഉടുപ്പി എത്തിയപ്പോൾ രാത്രി ഏകദേശം 10 മണി. ഇതാണ് ഞങ്ങൾ ഉടുപ്പിയിൽ വന്ന് താമസിക്കാൻ പോകുന്ന ലൊക്കേഷൻ. ഉടുപ്പി ഡെൽറ്റ പോയിൻ്റ് സെൻറ്റ് മേരി ഐലൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് നല്ല കിട്ടൊരു ലൊക്കേഷൻ. Sunset, new horizons they get in the sky, so bright, chasing dreams all night. Underneath their wings, hear the song it sings. In the clouds they hide, in the blue they bright. Birds flying every way, no end to the flight day. In the morning light, different paths inside. Sunrise to sunset, new horizons they get. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. സമയം ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ലക്ഷ്യം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കണം. ബൈ ഡോഗി. ഇവിടെ ഞങ്ങളെ ബൈക്ക് പ്രൊട്ടക്ട് ചെയ്ത അവന്മാരായിരുന്നു ഇന്നലെ. ഇനിയിപ്പോൾ ഇവിടുത്തെ റോട്ടിൽ കൂടിയുള്ള റൈഡാണ് നേരെ അടുത്ത ഹോട്ടലിലോട്ട്. 2 സൈഡും തെങ്ങും തോപ്പാട്ടാ. ഇതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു വഴി. റോഡിൻ്റെ അടുത്ത് കൂടി ഒരു കനാല് പോലെ എന്ത് പോകുന്നുണ്ട്. നല്ല ഭംഗി കേട്ടോ. നോക്കി അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ ചെറിയ വീടുകൾ. നമ്മുടെ നാട്ടിലെ ഈ കടപ്പുറത്തൊക്കെ സൈഡുണ്ടല്ലോ, അതേപോലത്തെ വീട് കേട്ടോ ഇവിടെയൊക്കെ. ഇത് നല്ല ഭംഗി, സ്ഥലം കാണാൻ നല്ല ഭംഗി. ചെളി സൂക്ഷിച്ച് പോകണം. ആൾക്കാരെങ്കിലും വട്ടം കയറിയാലോ. ആകാശം നല്ല തെളിഞ്ഞിട്ടുണ്ട്. മഴയെന്ന് തിരിച്ച് വന്നതാ. മൺസൂർ റൈഡ് എക്സ്പെക്ട് ചെയ്തിട്ട് ഇപ്പോൾ നല്ല തെളിഞ്ഞ ആകാശം. ചെറിയ റോഡാണ്. ചെറിയ എൻജോയ് ചെയ്ത് പോവാം. പറഞ്ഞതിപ്പോൾ അടുത്ത ലൊക്കേഷൻ ഇട്ടേക്കുന്നത് എന്തെങ്കിലും ഹോട്ടലിലോട്ടാണ് കഴിക്കാൻ. ഉടുപ്പി മട്ട് ബീച്ചാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കണത്. ഉടുപ്പിയിലെ മട്ട് ബീച്ച്
അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സൈഡിൽ റോഡ്, അപ്പുറ സൈഡിൽ പുഴ. അതാണ് ആ ലൊക്കേഷനാണ് അവിടെ. ഇപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിക്കണം, കഴിക്കാതെ ഇനി പറ്റത്തില്ല. നല്ല രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അവിടെ നിന്നും കിട്ടിയില്ല കഴിക്കാൻ. നല്ല ഭംഗിട്ടാ, നോക്കിയേ, അടിപൊളി. ഇത് അവിടെ കണ്ട പുഴയാണ്, ഇവിടം വരെ ഉണ്ടത്. അപ്പോൾ ശരിക്കും നല്ലൊരു പണി കിട്ടി. ഞങ്ങൾ പ്ലാൻ ചെയ്ത മട്ടിലുണ്ടായിരുന്ന ഹോട്ടൽ അടച്ചു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്ത് വേറൊരു തട്ടുകടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. മട്ട് ബീച്ചിൽ സുന്ദരമായ കടലിൻ്റെ സീനൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു പണിയായി. പക്ഷേ ഈ റോഡ് പൊളിയാട്ടാ, എന്താ ഭംഗിയാണ്. ഓ, അപ്പുറത്ത് കടൽ, ഇപ്പുറത്ത് തെങ്ങും തോപ്പ്. ഓൺലി വ്യൂ. ഈ ട്രിപ്പ് വന്ന മുതലായിട്ടാണ്. ഈ ഒരു റൈഡിനാണ് ഇവിടേക്ക് വന്നത്. എന്താ ഭംഗി, ആകാശവും കടലും തെങ്ങും റോഡും. പൊളി. മച്ചാൻ പറക്കാണ്. എവിടെയെങ്കിലൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോ എടുക്കണം. നല്ല തെളിഞ്ഞ ആകാശം കേട്ടോ. മഴയില്ലാത്ത ഭാഗ്യം. വരണ സമയത്ത് കുറച്ച് കാർമേഘം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെയൊക്കെ നല്ല തെളിച്ചമുണ്ട്. അപ്പോഴത്തേക്കും വീണ്ടും ചെറിയൊരു മഴ കിട്ടി. ഞങ്ങൾ സൈഡിൽ നിർത്തിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല അടിപൊളി സ്ഥലം വരുന്നത്. നല്ല കടലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം അപ്പുറത്തുനിന്ന്. നല്ല ഭംഗി. ഈ റൈഡ് എന്തായാലും മുതലായി. ഞങ്ങളുടെ അടുത്ത പ്ലാൻ ഇവിടുന്ന് നേരെ കാസർഗോട്ടേക്കാണ്. അവിടെ ഒരു വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് എത്തണം. അതാണ് പ്ലാൻ. നടക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഈ കാഴ്ചയും കണ്ടവിടെ നിന്ന് കഴിഞ്ഞാലേ സമയം പോകണമെന്ന് അറിയില്ല. അതെന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ, സൈനിങ് ഔട്ട്.